എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് സ്ക്വയർ കംപ്ലീഷൻ പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന രീതി, അതായത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 2 meter മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത് ഇഫ് ഇറ്റ്സ് ഏരിയ ഈസ് 224 meter സ്ക്വയർ മീറ്റർ ഫൈൻഡ് ദി ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു റെക്ടാംഗിള്, ആ റെക്ടാംഗിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 2 meter കൂടുതലാണ്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് എന്ന് എടുത്താൽ ലെങ്ത് എത്ര എടുക്കണം? x+2 എന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാംഗിള് അതിന്റെ ബ്രെഡ്ത്ത് ഞാൻ എക്സ് എന്ന് എടുത്തു. അപ്പോൾ ലെങ്ത് x+2 മീറ്റർ. ഇത് എക്സ് മീറ്റർ, ഇത് x+2 മീറ്റർ. ഇനി അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര? 224. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എക്സ് ഇൻറ്റു x+2 ഈസ് ഈക്വൽ ടു 224 എന്ന് എഴുതാം അല്ലേ? അപ്പൊ എക്സ് ഇൻറ്റു x+2 ആണ് 224. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2, 2x ഈക്വൽ 24. നോക്കിക്കേ, എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് പറയണതാണിത്. അപ്പൊ അതിനകത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ പോയി. ഇതിന് എക്സ് സൈഡുള്ള ഒരു സ്ക്വയറും ഓരോ യൂണിറ്റ് വീതം വിട്ടുള്ള 2 റെക്ടാംഗിളും ആയിട്ട് മാറ്റി. ഇതുപോലെ എക്സ്, അതായത് x+2 എന്നതിനെ എക്സിൽ വെച്ച് കട്ട് ചെയ്തിട്ട്, അതായത് എക്സ് സൈഡായിട്ടുള്ള ഒരു സ്ക്വയറും ബാക്കിയുള്ള 2 മീറ്ററിനെ 1 മീറ്റർ വീതമുള്ള വിട്ട് വരുന്ന 2 സ്ട്രിപ്പാക്കി മാറ്റി. എന്നിട്ട് ഈ സ്റ്റെപ്പ് എടുത്ത് നമ്മൾ നേരത്തെ ഇതുപോലെ ഇവിടെ കൊണ്ടുവയ്ക്കാം. അപ്പൊ കണ്ടോ, അത് ഇത്രയായി. അപ്പൊ ഇതിന്റെ ഇപ്പോഴുള്ള ഏരിയ എന്ന് പറയുന്നത് x² + 2x ആണ്. അത് 224 ആണ്. അപ്പൊ ഇപ്പോഴുള്ള ഏരിയ 224 ആണ്. ഇതിന്റെ കൂടെ എന്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതൊരു സ്ക്വയർ ആവും. ഇതായത് നമ്മൾ ഈ എടുത്തു വെച്ച സ്ട്രിപ്പിന്റെ, അതായത് ഈ 2x ആണല്ലോ, എക്സ് വീതമുള്ള സ്ട്രിപ്പ്, എക്സ് 1 യൂണിറ്റ് വീതമുള്ള സ്ട്രിപ്പാണ്. അപ്പോൾ 1x 2x ആണിത്. അപ്പൊ 1 സ്ക്വയർ 1 സെന്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറും കൂടി ഇവിടെ ഫിറ്റ് ചെയ്യുക. അപ്പൊ എന്ത് വരും നോക്കിയാൽ കണ്ടോ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. അപ്പൊ ഇവിടെ ആഡ് ചെയ്ത് 1 യൂണിറ്റ് 1 സ്ക്വയർ ആഡ് ചെയ്ത്, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഈ 2 ഉണ്ടല്ലോ, 2ന്റെ ഹാഫിന്റെ സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് x² + 2x + 1 സ്ക്വയർ ആയി. ഇവിടെ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറയും 1 ആഡ് ചെയ്യണം. ഇവിടെ 1 ആഡ് ചെയ്യാൻ കാരണം ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി ഇത്രയും നമ്മൾ കൂട്ടിച്ചേർത്താം. ഇത് കൂട്ടിച്ചേർത്താൽ മൊത്തം ക്വാണ്ടിറ്റിയിൽ അത് തന്നെ കൂടിച്ചേരും. അതായത് ഈ സ്ക്വയർ കൂട്ടിച്ചേർക്കാൻ മുമ്പുള്ള ഏരിയ ആണ് 224. അപ്പോൾ 1 സെന്റിമീറ്റർ സ്ക്വയർ 1 മീറ്റർ സ്ക്വയർ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 224 എന്നുള്ളത് 225 ആവും. അപ്പൊ x+1ന്റെ സ്ക്വയർ, അതായത് x+1 സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ, അതിന്റെ ഏരിയ 225. അപ്പൊ x+1 സ്ക്വയർ 225 ആണ്. x+1 എത്ര വരും? √225. അത് എത്രയാ? √225 15. അപ്പോ x+1 15 എന്ന് കിട്ടും. 15 × 15 ആണ് 225. അപ്പൊ x എന്ന് പറയുന്നത് 15 - 1 ദാറ്റ് ഈസ് 14. അപ്പൊ x എന്ന് പറയുന്നത്, അതായത് വിഡ്ത്ത് ഓഫ് ദി റെക്ടാംഗിൾ 14 എന്ന് കിട്ടി. ലെങ്ത് നമ്മൾ x+2 എന്നാണ് എടുത്തിരുന്നത്. അപ്പൊ x+2 എന്ന് പറയുന്നത് 14 + 2 16. സോ ദി ലെങ്ത് ഈസ് ഈക്വൽ ടു 14 മീറ്റർ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 16 മീറ്റർ. അതായത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് ഇതിന് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയാണ്. അതായത് നമ്മളിവിടെ ചെയ്തത് x² + 2xന്റെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ 2ന്റെ ഹാഫ് 1 സ്ക്വയർ ആഡ് ചെയ്തു. ഈ 1 സ്ക്വയർ അപ്പൊ അപ്പുറയും ആഡ് ചെയ്യണം. ഇത് 1 സ്ക്വയർ ആഡ് ചെയ്തുകൊണ്ട് ഇത് x+1 ദി ഹോൾ സ്ക്വയർ ആയി. x+1 ദി ഹോൾ സ്ക്വയർ ആയി. ഇത് ആഡ് ചെയ്യുമ്പോഴാണ് സ്ക്വയർ ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 1 side of a rectangle is 20 meter more than the other side. If its area is 224 meter square, find its sides. ഇതുപോലെ തന്നെയാണ്. ഇവിടെ 2 മീറ്റർ ആയിരുന്നു കൂടുതൽ, ഇവിടെ 20 മീറ്റർ. അപ്പൊ ഇതുപോലെ തന്നെയാണ്. റെക്ടാംഗിൾ ആണ്. ഒരു സൈഡ് എക്സ് എടുത്താൽ അടുത്തത് x+20 എടുക്കണം. അപ്പൊ നോക്കാം, ഇങ്ങനെ ഒരു റെക്ടാംഗിൾ, വലിയ റെക്ടാംഗിൾ ആണ്. അതിന്റെ ഒരു സൈഡ് എക്സ്, അടുത്ത സൈഡ് അപ്പൊ x+20 ക്വസ്റ്റ്യൻ അനുസരിച്ച്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ 3 സ്ക്വയേഴ്സ്, 3 റെക്ടാംഗിൾസ് ആയിട്ട് മാറ്റണം. അതായത് ഒരു സ്ക്വയറും പിന്നെ 20 സെന്റിമീറ്റർ ആണ് കൂടുതലുള്ള. അപ്പൊ 10 സെന്റിമീറ്റർ വീതമുള്ള 10 മീറ്റർ 20 മീറ്റർ ആണ് കൂടുതലുള്ളത്. അപ്പോൾ 10 മീറ്റർ വീതിയുള്ള 2 റെക്ടാംഗിൾസും. എക്സ് വീതം തന്നെയാണ് എല്ലാത്തിൻ്റെയും വിഡ്ത്ത്.
ഇതിന്റെ 1 സൈഡ്, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 പകുതി, ദാറ്റ് ഈസ് 10. ഇതും 10. ഇനി എന്ത് ചെയ്യണം? അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 224 തന്നെയാണ് തന്നിരിക്കുന്നത്. ഏരിയ 224 തന്നെയാണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിന്റെ പെടുത്താണ്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20 ആണ് ഏരിയ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20 224 ആണ്. അത് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്നും എക്സ് ഇൻറ്റു 20 20x എന്നും ഈക്വൽ ടു 224. ഇത്രയും ചെയ്ത് ക്ലിയർ ആയോ? ഇത് ലെങ്ത് ഒരു ബ്രെഡ്ത്ത് എക്സ് എടുത്തു, ലെങ്ത് എക്സ് പ്ലസ് 20 എടുത്തു. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20 ലെങ്തിന്റെ ബ്രെഡ്ത്ത് അത് 224 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 20x ഈക്വൽ ടു 224. അപ്പൊ കണ്ട എക്സിന്റെ കോഎഫിഷ്യന്റ് 20 ആണ്. അപ്പൊ 20യുടെ ഹാഫ് ആണ് ഇത് 10 10 എടുത്തത്. അപ്പൊ ഈ റെക്ടാങ്കിൾ എടുത്തത് എവിടെ കൊണ്ടുവയ്ക്കാൻ പോവാം? നോക്കിക്കോളൂ. അപ്പോ എക്സ് 10 10 വീതമുള്ള 3 ഒരു സ്ക്വയറും 2 റെക്ടാങ്കിളുമായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ റെക്ടാങ്കിളിനെടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കണം. കേട്ടോ? അപ്പൊ നോക്കിക്കേ, ഇത് എക്സ് പ്ലസ് 10, ഇത് എക്സ് പ്ലസ് 10. ഇവിടെ എന്ത് കുറവുണ്ട്? ഒരു സ്ക്വയറിന്റെ കുറവുണ്ട്. ഈ 10 10 10 × 10 10 സ്ക്വയർ സൈഡ് ആയിട്ടുള്ള ഒരു സ്ക്വയറും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി. അപ്പോൾ ഈ സ്ക്വയറും കൂടി, അതായത് 10 സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എക്സ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ ആയി. അപ്പൊ ഇവിടെ 10 സ്ക്വയർ ആഡ് ചെയ്തത് കൊണ്ട് അങ്ങേ വശത്ത് ആഡ് ചെയ്യണം. കാരണം എക്സ് സ്ക്വയർ പ്ലസ് 20x ആണ് 224. അതായത് ഈ 3 പാർട്ടിന്റെ ഏരിയ ആണ് 224. അപ്പൊ ഇതും കൂടി വരുമ്പോൾ അത് 224 പ്ലസ് 10 സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ ആഡ് ചെയ്ത അതേ നമ്പർ അപ്പുറേ ആഡ് ചെയ്യണം. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റ് 20 ആണ്. 20യുടെ ഹാഫ് 10 സ്ക്വയർ ആഡ് ചെയ്തു, അവിടെയും 10 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പൊ ഇത് എക്സ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എക്സ് പ്ലസ് 10 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 224 പ്ലസ് 10ന്റെ സ്ക്വയർ 10 × 10 100. അപ്പോ 324 എന്ന് കിട്ടും. അപ്പൊ എക്സ് പ്ലസ് 10ന്റെ സ്ക്വയർ 324. 324 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 18 18 × 18 ആണ്. അപ്പൊ എക്സ് പ്ലസ് 10 ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടും. അപ്പൊ എക്സ് പ്ലസ് 10 18 ആണ്. ഈ എക്സ് എത്ര വരും? ഈ ആഡിങ് 10 അപ്പറേറ്റ് വരുമ്പോൾ സബ്ട്രാക്ടിങ് 10 ആവും. ദാറ്റ് ഈസ് 18 മൈനസ് 10 8. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ്, അതായത് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ ആയിരുന്നു. ലെങ്ത് അപ്പൊ എക്സ് പ്ലസ് 20 എന്നാണ് എടുത്തിരുന്നത്. അപ്പോൾ എന്ത് വരും? 8 പ്ലസ് 20 28. അപ്പോൾ ദി ലെങ്ത് ഈസ് ഈക്വൽ ടു ദി സൈഡ്സ് ഓഫ് ദി റെക്ടാങ്കിൾ ആർ 8 മീറ്റർ ആൻഡ് 28 മീറ്റർ. അതായത് തന്നിരിക്കുന്ന റെക്ടാങ്കിളിന്റെ ലെങ്തും ബ്രെഡ്ത്തും 28 മീറ്ററും 8 മീറ്ററും. ഇതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ശരിയല്ലേ? ചെക്ക് ചെയ്യണം. എങ്ങനെ? 8 × 28 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 224 × 2 നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ എക്സ് സ്ക്വയർ പ്ലസ് AX എന്ന രൂപത്തിലുള്ള ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ ഉണ്ട്. എക്സ് സെന്റിമീറ്റർ ആണ് വൺ സൈഡ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് A സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് AX. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് AX ഏരിയ ഉള്ള ഒരു റെക്ടാങ്കിളിന് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡിൽ പെർഫെക്റ്റ് സ്ക്വയർ ആക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. ഞാൻ ചെയ്യുന്നത് ഇതിനെ എക്സ് സൈഡുള്ള ഒരു സ്ക്വയറും ബാക്കി A യൂണിറ്റിനെ ഹാഫ് ആക്കി A/2 ലെങ്ത് ഉള്ള സൈഡുള്ള 2 റെക്ടാങ്കുലർ സ്ട്രിപ്പുമായിട്ട് മാറ്റുന്നു. അപ്പൊ ഈ സ്ക്വയറിന്റെ കൂടെ A/2, അതായത് ഈ എയുടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ ഹാഫ് വിട്ട് വരുന്ന 2 റെക്ടാങ്കിൾസ്. അപ്പൊ എക്സ് ഇൻറ്റു A/2 എക്സ് ഇൻറ്റു A/2. അപ്പൊ A/2 എക്സ് A/2 എക്സും കൂടി ചേരുമ്പോഴാണ് AX വരുന്നത്. ഇങ്ങനെയുള്ള റെക്ടാങ്കിളിനെ സ്ക്വയർ ആക്കാൻ ചെയ്യണം. ഈ കൂടുതലുള്ള എയുടെ ഹാഫ്, അതായത് A/2 സ്ട്രിപ്പ് ഇങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുക. കേട്ടോ? ഇതുപോലെ വെച്ചു. ഇനി അത് സ്ക്വയർ ആവാൻ എന്ത് മാത്രം വ്യത്യാസമുണ്ട്? A/2 സൈഡായിട്ട് വരുന്ന ഒരു സ്ക്വയറിന്റെ കുറവുണ്ട്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവും. അപ്പൊ നോക്കിയേ, A/2 സ്ക്വയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു സ്ക്വയർ ആയി. അപ്പോ എക്സ് പ്ലസ് A/2 ആണ് ഇതിന്റെ വൺ സൈഡ്. ഇപ്പോൾ എക്സ് പ്ലസ് A/2. അപ്പൊ എക്സ് പ്ലസ് A/2 ദി ഹോൾ സ്ക്വയർ ആണിത്. അപ്പോ എക്സ് പ്ലസ് A/2 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് ഈ സ്ക്വയറിന്റെ ഏരിയ. ക്ലിയർ ആയി പറഞ്ഞത്? അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് AX പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എയുടെ ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് A/2 ദി ഹോൾ സ്ക്വയർ. അതായത് ബൈ ആഡിങ് A/2 ദി ഹോൾ സ്ക്വയർ ടു എക്സ് സ്ക്വയർ പ്ലസ് AX, it become x plus A/2 the whole square. It become a perfect square. അപ്പോൾ x square plus AX perfect square ആക്കാൻ
ജസ്റ്റ് ആഡ് a/2 ദി ഹോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് x സ്ക്വയർ പ്ലസ് ax പ്ലസ് a/2 ദി ഹോൾ സ്ക്വയർ ആവും. അതുപോലെ x സ്ക്വയർ മൈനസ് ax ആണെങ്കിൽ x സ്ക്വയർ മൈനസ് ax പ്ലസ് a/2 ദി ഹോൾ സ്ക്വയർ ഇത് തന്നെ എന്ത് വ്യത്യാസം വരും? x മൈനസ് a/2 ദി ഹോൾ സ്ക്വയർ ആവും. അപ്പോൾ x സ്ക്വയർ പ്ലസ് ax എന്ന രൂപത്തിലുള്ള എക്സ്പ്രഷനെ സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് ആഡ് ചെയ്യേണ്ടത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എയുടെ ഹാഫിന്റെ സ്ക്വയർ a/2 ദി ഹോൾ സ്ക്വയർ ആഡ് ചെയ്യണം. സോ ദാറ്റ് ഇറ്റ് ബിക്കം x പ്ലസ് a/2 ദി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ സ്ക്വയർ ഓഫ് എ റെക്ടാംഗിൾ ഓഫ് വിഡ്ത്ത് 2 മീറ്റർ ഇസ് കട്ട് ഓഫ്. ദി ഏരിയ ഓഫ് ദി റിമൈനിങ് റെക്ടാംഗിൾ ഈസ് 99 മീറ്റർ സ്ക്വയർ. ഫൈൻഡ് ദി സൈഡ്സ് ഓഫ് ദി സ്ക്വയർ. അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് ഫിഗർ ഒരു എക്സ് സെന്റിമീറ്റർ സൈഡുള്ള ഒരു റെക്ടാംഗിൾ, എക്സ് മീറ്റർ സൈഡുള്ള ഒരു റെക്ടാംഗിൾ, അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് 2 മീറ്റർ കട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ 2 മീറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു റെക്ടാംഗിൾ കിട്ടും. അങ്ങനെ കിട്ടുന്ന റെക്ടാംഗിളിന്റെ വൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഇത്ര x മൈനസ് 2 ആയിരിക്കും. 2 മീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞു. 2 മീറ്റർ വിഡ്ത്തിൽ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്യുമ്പോൾ ബാക്കി x മൈനസ് ഇത്രയും x, ഇതും x ആ. അപ്പോൾ x into 2 കുറച്ച് x മൈനസ് 2 ആണ് ഇതിന്റെ വിഡ്ത്ത്. നൗ ദി ഏരിയ ബിക്കം 99 മീറ്റർ സ്ക്വയർ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ x into x മൈനസ് 2. അപ്പോൾ let one side be x, then x into x minus 2 is equal to 99. കാരണം ഏരിയ ഓഫ് ദിസ് റിമൈനിങ് പാർട്ട് ഈസ് 99 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ x into x minus 2 99. അപ്പോൾ x into x സ്ക്വയർ മൈനസ് 2x ഈക്വൽ ടു 99 എന്ന് വരും. അപ്പോൾ നോക്കിക്കേ, ഇത് കണ്ട x സ്ക്വയർ മൈനസ് ax എന്ന രൂപമാണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് അതിന്റെ ഹാഫ്, അപ്പോൾ 2ന്റെ ഹാഫ് 1, 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അപ്പോൾ x സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ ഇവിടെ 1 സ്ക്വയർ ഇവിടെ ആഡ് ചെയ്താൽ ഈ സൈഡിൽ ആഡ് ചെയ്താൽ അപ്പുറം ആഡ് ചെയ്യണം. കാരണം 2 സൈഡിലും ഒരേ നമ്പർ ആഡ് ചെയ്യണം. ഇവിടെ 1 സ്ക്വയർ ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇതെന്തായി? x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ആയി. അപ്പുറേ 99 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 99 പ്ലസ് 100. അപ്പൊ കേട്ടോ വളരെ എളുപ്പത്തിൽ കിട്ടി. x മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു 100. അപ്പൊ x മൈനസ് 1 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100. അതെത്രയാ? 10. അപ്പോൾ x മൈനസ് 1 10 ആകുമ്പോൾ x എന്ന് വരും സബ്ട്രാക്ടിങ് 1 അപ്പുറം ചെല്ലുമ്പോൾ പ്ലസ് 1. അപ്പോൾ x ഈക്വൽ ടു 10 പ്ലസ് 1 11 മീറ്റർ ഈസ് വൺ സൈഡ് ഓഫ് ദി സ്ക്വയർ. അതായിരുന്നു നമ്മളോട് കാണാൻ പറഞ്ഞത്. ശരിയല്ലേ? ചെക്ക് ചെയ്യാം. എങ്ങനെയാ? 11 മീറ്ററിൽ നിന്ന് 2 മീറ്റർ പോയാൽ ബാക്കി 9 മീറ്റർ. അപ്പോൾ ഇത് 9 മീറ്റർ, ഇത് 11 into 9 99. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഏരിയ 99. അങ്ങനെ വെരിഫൈ ചെയ്ത് കൂടി ശരിക്കും നന്നായിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാ വേറൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ വർക്കഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. ദി ഏരിയ ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ 100 സെന്റിമീറ്റർ ഈസ് 525 സെന്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അപ്പോൾ ഒരു റെക്ടാംഗിൾ അതിന്റെ പെരിമീറ്റർ 100 ആണ്. പെരിമീറ്റർ 100 എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ 2 ലെങ്തും 2 ബ്രെഡ്ത്തും ഉണ്ടാവും. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് പെരിമീറ്റർ. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 100 ആണെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും കൂടിയാൽ കിട്ടുന്നത് 100ന്റെ ഹാഫ് 50 ആയിരിക്കും. അതായത് 2 ലെങ്തും 2 ബ്രെഡ്ത്തും ചേരുന്നതാണ് പെരിമീറ്റർ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയിട്ട് അതിന്റെ ടോയ്സ് എടുക്കുമ്പോഴാണ് പെരിമീറ്റർ വരിക. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ പെരിമീറ്ററിന്റെ ഹാഫ് വരും. പെരിമീറ്ററിന്റെ ഹാഫ് 50 ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 50 ആണെങ്കിൽ നമ്മൾ ലെങ്ത് എക്സ് എന്ന് എടുക്കുന്നു വിചാരിക്കുക. അപ്പോൾ ലെങ്ത് എക്സ് എടുത്താൽ ബ്രെഡ്ത്ത് എന്ത് വരും? 50 മൈനസ് എക്സ് ആയിരിക്കും. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 50 ഒരെണ്ണം എക്സ് ആയ അടുത്ത് കാണാൻ 50 എന്ന് കുറയ്ക്കണം. അപ്പോൾ ലെങ്ത് എക്സ് ലെങ്ത് ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 50. ഇപ്പോൾ ലെങ്ത് 30 ആണ് ഈ ബ്രെഡ്ത്ത്, 50 മൈനസ് 30 20. ലെങ്ത് 40 ആണ് ഈ ബ്രെഡ്ത്ത്, 50 മൈനസ് 40 ദാറ്റ് ഈസ് 10. അപ്പോൾ 50യിൽ നിന്ന് കുറയ്ക്കണം. എക്സ് മൈനസ് 50 എന്ന് എഴുതുന്നത് 50 മൈനസ് എക്സ് ആണ്. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു എക്സ്, ബ്രെഡ്ത്ത് ഈക്വൽ ടു 50 മൈനസ് എക്സ്. ഇനി ഇതിന്റെ ഏരിയ ആണ് നമുക്കറിയാവുന്നത് 525. ഏരിയ എങ്ങനെയാ? എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ്. അത് വരും x into 50 minus x equal to 525 എന്ന് എഴുതാം. അപ്പോൾ ലെങ്തിന്റെ ബ്രെഡ്ത്ത് 525. അപ്പോൾ x into 50 മൈനസ് എക്സ് എന്ന് പറയുന്നത് 525. ലെങ്തും ബ്രെഡ്ത്തും കൂടി മൾട്ടിപ്ലൈ ചെയ്യും. ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. x into 50 50x, x into x x സ്ക്വയർ. അപ്പോൾ 50x മൈനസ് എക്സ് സ്ക്വയർ 525. അവിടെ നോക്കിയേ 50x മൈനസ് എക്സ് സ്ക്വയർ 525 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 50x എന്തായിരിക്കും? എ മൈനസ് ബിയുടെ നെഗറ്റീവ് ആണ് ബി മൈനസ് എ. അപ്പോൾ 50x മൈനസ് എക്സ് സ്ക്വയർ 525 ആണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 50x മൈനസ് 525 ആയിരിക്കും. ക്ലിയർ ആയ പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നത്? നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് എന്ന രൂപത്തിലാക്കണം.
എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കണം. അപ്പൊ ആ രൂപത്തിൽ കൊണ്ടുവന്നെങ്കിൽ നമുക്ക് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 50x ഈക്വൽ ടു മൈനസ് 525. അപ്പൊ എന്ത് ചെയ്യണം? എക്സിന്റെ കോഎഫിഷ്യന്റ് 50 ആണ്. 50യുടെ ഹാഫ് 25 സ്ക്വയർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ മൈനസ് 50 ഈക്വൽ ടു 50x ഈക്വൽ ടു മൈനസ് 525. അപ്പൊ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ ഹാഫ് 50യുടെ ഹാഫ് 25 സ്ക്വയർ കൂടി ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 25 സ്ക്വയർ ആഡ് ചെയ്താൽ അങ്ങേ സൈഡിൽ ആഡ് ചെയ്യണം. ഇക്വേഷൻ മാറിപ്പോയില്ലേ? ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇപ്പോ എക്സ് മൈനസ് 25 ദി ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ് മൈനസ് 25 ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇത് 25ന്റെ സ്ക്വയർ 625. 520 മൈനസ് 525 625. അപ്പൊ ഡിഫറന്റ് സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. 625 മൈനസ് 525 എന്ന് പറഞ്ഞാൽ 100. അപ്പൊ എക്സ് മൈനസ് 25 എന്ന് പറയുന്നത് 100 ആയി. അപ്പൊ എക്സ് മൈനസ് 25 റൂട്ട് ഓഫ് 100 അത് എത്രയാ? റൂട്ട് ഓഫ് 100 എന്ന് പറയുന്നത് 10 ആയിട്ട് വരും. എക്സ് മൈനസ് 25 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അപ്പൊ എക്സ് മൈനസ് 25 റൂട്ട് ഓഫ് 100 അത് 10 ആണ്. അപ്പൊ എക്സ് മൈനസ് 25 10 ആണെങ്കിൽ സബ്ട്രാക്ടിങ് 25 അപ്പുറത്ത് ചെയ്യുമ്പോൾ ആഡിങ് 25 വരും. അപ്പൊ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 25 35 എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 മൈനസ് 35. 50 മൈനസ് 35 എത്ര വരും? 15 എന്ന് കിട്ടും. അതായത് ലെങ്ത് 35 ആണെങ്കിൽ ബ്രെഡ്ത്ത് കാണാൻ ഈ 50 നിന്ന് 35 കുറയ്ക്കുക. അപ്പൊ ഇത് ലെങ്ത് 35 ബ്രെഡ്ത്ത് 15. ശരിയല്ലെന്ന് വെരിഫൈ. അങ്ങനെ അത് ശരിയല്ലെന്ന് വെരിഫൈ ചെയ്യണേ. അതിന്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കുക. 525 കിട്ടുണ്ടോ നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. ഇത് തന്നെ മറ്റൊരു രീതി, കുറച്ചുകൂടി എളുപ്പമുള്ള രീതിയിൽ ചെയ്യാം. ദിസ് ക്യാൻ ബി ഡൺ ഇൻ അനദർ വേ. എന്താണെന്നറിയാമോ? ഇപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 50 എന്ന് തന്നിട്ടുണ്ട്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 50 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ലെങ്തും ബ്രെഡ്ത്ത് ഈക്വൽ ആവുന്ന ഒരു ഷേപ്പിലേക്ക് നോക്കാം. അപ്പൊ 25 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരും. നമുക്ക് റെക്ടാംഗിൾ ആകുമ്പോൾ ലെങ്ത് എത്ര കൂടുന്നോ അതിനനുസരിച്ച് ബ്രെഡ്ത്ത് കുറച്ചാൽ മതി. ഇപ്പോൾ 50നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതിന്റെ 25 ആണ് നമ്മൾ രണ്ട് ഈക്വൽ ആയിട്ട് എടുത്താൽ. അപ്പൊ ലെങ്ത് അതിന്റെ 25ന്റെ കൂടെ ഒന്ന് കൂട്ടി 26 ആയി. അപ്പൊ ബ്രെഡ്ത്തോ 25 ഒന്ന് കുറയ്ക്കണം. 24 26 24 ആഡ് ചെയ്യുന്നതാണ് 50. ലെങ്ത് 27 ആണെങ്കിലോ, അതായത് എത്ര 25 എത്ര കൂട്ടുന്നോ അത്രയും 25 കുറയ്ക്കുന്നതാണ് ബ്രെഡ്ത്ത് ആയിട്ട് വരിക. ലെങ്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ 50 ആണ്. Therefore, we can choose let the length is equal to 25 plus x and the breadth is equal to 25 minus x. അതായത് ഒരു രണ്ട് ഈക്വൽ ആവുന്ന സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യുക. സ്ക്വയറിൽ നിന്ന് ഒരു സൈഡ് കൂട്ടുമ്പോൾ മറ്റേ സൈഡ് അത്രയും കുറയ്ക്കണം. രണ്ടും കൂടി കൂട്ടിയാൽ 50 വരാവുള്ളൂ. അപ്പോൾ ലെങ്ത് 25നേക്കാൾ എത്ര കൂടുന്നോ ബ്രെഡ്ത്ത് 25 നിന്ന് അത്രയും കൂടും. അപ്പൊ എക്സ് ആണ് കൂടുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ലെങ്ത് 25 പ്ലസ് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് 25 മൈനസ് എക്സ്. ഐഡിയ കിട്ടിയാൽ വളരെ എളുപ്പമാണ്. അപ്പൊ ലെങ്ത് 25 ഒന്ന് മനസ്സിലായില്ലേ? 50യുടെ ഹാഫ് എൽ പ്ലസ് ബി 50 ആണ്. അപ്പോൾ 25 പ്ലസ് എക്സ് ലെങ്ത് ആണെങ്കിൽ ബ്രെഡ്ത്ത് 25 മൈനസ് എക്സ്. ഇനി ഏരിയ എത്രയാ? 525. അപ്പോൾ 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത്. അപ്പോൾ 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ് 525. ഇത് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അതായത് സം ഇൻറ്റു ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് ദി സ്ക്വയേഴ്സ്. അപ്പോൾ 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് 25 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 25 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 525 ആണ്. 25 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ഇൻറ്റു 25 625 എക്സ് സ്ക്വയർ ഈക്വൽ ടു 525. അപ്പോൾ 625 എക്സ് സ്ക്വയർ കുറച്ചാൽ 525. അപ്പോൾ 625 മൈനസ് 525 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 625 മൈനസ് 525. അത് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എത്ര കിട്ടും? റൂട്ട് ഓഫ് 100 10. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 25 പ്ലസ് 10 അതാണ് ലെങ്ത്. 25 പ്ലസ് 10 35. ബ്രെഡ്ത്ത് 25 മൈനസ് 10. കണ്ട പെട്ടെന്ന് ആൻസർ ആയിട്ട് വന്നു. നമ്മുടെ കംപ്ലീഷൻ മെത്തേഡ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ചെയ്യാം. ചെയ്ത് മനസ്സിലായോ? പെരിമീറ്റർ 100 ആണ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിയാൽ 50. ആ 50യുടെ ഹാഫ് എടുത്തു. അപ്പോൾ ലെങ്ത് 25 പ്ലസ് എക്സ് എന്നും ബ്രെഡ്ത്ത് 25 മൈനസ് എക്സ് എന്നും എടുത്തു. എന്നിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ് ദാറ്റ് ഈസ് 525. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ 25 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ 525. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് എന്ന് പറയുന്നതാണ് നമുക്ക് 10 കിട്ടിയത്. അപ്പോൾ എക്സ് 10 ആണെങ്കിൽ 25 പ്ലസ് 10
ദാറ്റ് ഈസ് 35 ലെങ്ത്, ബ്രെഡ്ത്ത് 25 മൈനസ് 10 15. അപ്പോൾ അതേ ആൻസർ തന്നെ കിട്ടി. അപ്പോൾ ഈ രീതിയിൽ രണ്ട് രീതിയിൽ ചെയ്യാം. അങ്ങനെ എളുപ്പ വഴിയിൽ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ്, മനസ്സിൽ കണക്കൂട്ടാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.